ഇങ്ങനെ രാവിലെ തന്നെ പേപ്പർ വായിച്ചിരിക്കുന്ന പതിവൊന്നും എനിക്കില്ല കേട്ടോ. അതിനുള്ള സമയവും കിട്ടാറില്ല. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ വെക്കേഷനായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് അതിൻ്റെ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കണ്ണൻ്റെ കല്യാണയുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുക, എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക, അതൊക്കെ ഉള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കുറേ സമയമൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. വീട്ടിലൊക്കെ വെച്ചാണെങ്കിൽ നമുക്ക് നമ്മളുടേതായിട്ട് കുറച്ച് സമയമെങ്കിലും സ്പേസും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷെ എനിക്കത് നടക്കാറില്ല. നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എനിക്ക് എൻ്റേതായിട്ടുള്ള സമയങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് സമയം ഉണ്ടാവാറില്ല. അപ്പോൾ വീട്ടിലെല്ലാവരും നല്ല പണിയിലൊക്കെയാണ് രാവിലെ തന്നെ. കല്യാണം ചെയ്യാനാണെങ്കിൽ എണീറ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ണൻകുട്ടീനെ ഞാൻ നോക്കിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിൽ ആളങ്ങനെ ഉറങ്ങാറുള്ളൂ, ചില ദിവസങ്ങളിൽ ഞാൻ എണീക്കുന്നതിനോടൊപ്പം തന്നെ എണീറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ചക്ക വറുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ കിളികളാണെങ്കിൽ ഇങ്ങനെ ചിലച്ചും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്നിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻകുട്ടി എണീറ്റ് കേട്ടോ. പിന്നെ എൻ്റെ ഓരോ പരിപാടികളിങ്ങനെ തുടങ്ങാനായിട്ട് അന്നത്തെ ദിവസത്തെ